Next question. A bus stop is barricaded from the remaining part of the road by using 50 hollow cones made of recycled cardboard. അപ്പോൾ റീസൈക്കിൾഡ് കാർഡ്ബോർഡ് ഉപയോഗിച്ചുള്ള 50 ഹോളോ കോൺസ് യൂസ് ചെയ്തിട്ട് റോഡും ബസ് സ്റ്റോപ്പും തമ്മിൽ വേലി പോലെ കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. Each cone has a base diameter of 40 cm and height 1 meter. ഓരോ കോണിനും ബേസ് ഡയമീറ്റർ 40 സെന്റിമീറ്ററും ഹൈറ്റ് 1 മീറ്ററും ആണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റോഡിന്റെ സൈഡിലൊക്കെ കോൺ ഷേപ്പിലുള്ള ഇങ്ങനത്തെ കോൺ ഷേപ്പിലുള്ള ബാരിക്കേഡുകൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ബാരിക്കേഡുകൾ 50 എണ്ണം യൂസ് ചെയ്തിട്ടാണ് റോഡും ബസ് സ്റ്റോപ്പും തമ്മിൽ വേർതിരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കോണിന്റെ ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. ഡയമീറ്റർ ആണ് 40 സെന്റിമീറ്റർ. ഹൈറ്റ് ഈസ് 1 മീറ്റർ. ഇത് 40 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് ഈസ് 1 മീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിനെയാണ് കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1 മീറ്റർ. ഇഫ് ദി ഔട്ടർ സൈഡ് ഓഫ് ഈച്ച് ഓഫ് ദി കോൺ ഈസ് ടു ബി പെയിന്റഡ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ഈസ് ₹12 per meter square. അപ്പൊ ഈ കോണിന്റെ ഔട്ടർ സൈഡ് പെയിന്റ് ചെയ്യാനുള്ള കോസ്റ്റിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1 മീറ്റർ സ്ക്വയറിന് ₹12. അതായത് ഇതിന്റെ ചുറ്റുമുള്ള ഈ ഒരു സ്ഥലം, അതായത് ഇതിന്റെ കേർഡ് സർഫസ് അത് പെയിന്റ് ചെയ്യാൻ 1 മീറ്റർ സ്ക്വയറിന് ₹12. വാട്ട് വിൽ ബി ദ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ഓൾ ദീസ് കോൺസ്? അതായത് ഈ 50 എണ്ണവും പെയിന്റ് ചെയ്യുന്നതിന് ആവശ്യമായ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരെണ്ണത്തിൻ്റെത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അതായത് അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ കോണിന്റെ കേർഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഇതിന് എത്ര ഏരിയ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രമേ എത്ര കോസ്റ്റ് ആകുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഒരെണ്ണത്തിൻ്റെത് ചെയ്യുന്നു. അപ്പൊ കോണിന്റെ കേർഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് πRL ആണ്. അപ്പൊ നമുക്കിവിടെ H അറിയാം, D അറിയാം, പക്ഷെങ്കിൽ L നമുക്കറിയില്ല. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. D തന്നിട്ടുണ്ട്. എത്രയാണ്? 40 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് എല്ലാം സെയിം ആണോ എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 1 സെന്റിമീറ്ററിലും 1 മീറ്ററിലുമാണ്. അപ്പൊ നമ്മൾ ഇതിനെ മീറ്ററിലോട്ട്, സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 40 സെന്റിമീറ്റർ നമുക്ക് വേണ്ടത് റേഡിയസ് ആണ്. അപ്പൊ റേഡിയസ് എന്ത് വരും? 40/2 = 20 സെന്റിമീറ്റർ. ഇതിനെ നമ്മൾ മീറ്ററിലാക്കി മാറ്റണം. അപ്പൊ 20/100 = 0.20 മീറ്റർ. അപ്പൊ റേഡിയസ് ഈസ് 0.20 മീറ്റർ. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1 മീറ്റർ. നമുക്ക് L കണ്ടുപിടിക്കണം. L ഈസ് √h² + r². h എത്രയാണ്? 1² പ്ലസ് r ഈസ് 0.20 the whole square is equal to 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. 0.20 സ്ക്വയർ. 0.20 സ്ക്വയർ എന്ത് വരും? പോയിന്റ് മാറ്റിയിട്ട് നോക്കിയാൽ 20യുടെ സ്ക്വയർ അല്ലെ. 20യുടെ സ്ക്വയർ 400 വരും. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് അപ്പൊ 4 ഡിജിറ്റ് വരും അല്ലെ. 0.20 സ്ക്വയർ എന്ന് പറയുന്നത് 0.20 × 0.20 ആണ്. അപ്പൊ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 + 2 4 പ്ലേസസ് വരും. അപ്പൊ 4 വരണമെങ്കിൽ നമ്മൾ 4ന്റെ ഇപ്പുറത്തൊരു 0 കൂടി ഇട്ട് കൊടുത്താലേ 4 പ്ലേസസ് ആകത്തുള്ളൂ. അപ്പൊ 0.04 നമുക്ക് കിട്ടും. 0.04. ബാക്കിയുള്ള സീറോസ് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. = 1.04 എന്ന് നമുക്ക് കിട്ടും. √1.04. അപ്പൊ ഇതാ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ √1.04 നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് എന്നുള്ളത്? 1.02 ആണ് ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ട്. 1.02 മീറ്റർ. അപ്പൊ എല്ലും നമുക്ക് കിട്ടി. ഇനി നമുക്ക് കേർഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. CSA ഓഫ് എ കോൺ ഒരെണ്ണത്തിന്റെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. πRL
is equal to pi is pi ഇവിടെ 3.14 എന്ന് എടുക്കണമെന്ന് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 3.14 into r. r is 0.20 into l. l is 1.02. ഇതെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഡെസിമൽ പോയിന്റ് മാറ്റി നിർത്തിയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 314 into 20ക്ക് പകരം 2 കൊണ്ട് ചെയ്യുന്നു. 4 2s are 8, 2 3 2s are 6. അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്തപ്പോൾ നമുക്ക് 6 2 8. ഇനി ഇവിടെ 20യുടെ ഒരു 0 ഉണ്ടായിരുന്നു. ഞാൻ 20ക്ക് പകരം 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ 20യുടെ ഈ 0യും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഡിജിറ്റ്, ഇവിടെ 2 ഡിജിറ്റ്, ടോട്ടൽ 4. അപ്പൊ ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 0.6280 എന്ന് കിട്ടി ഇൻറ്റു 1.02. ഇനി ഇത് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 6280 into 102. ഡെസിമൽ പോയിന്റ് നമുക്ക് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാം. 0 8 2s are 16, 2 2s are 4 plus 1 5, 6 2s are 12, 0 0 0 0 0 8 2 6, 0 6 5 10 1 2 4 6 is equal to 640 560. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 4 6 6 പ്ലേസസ് ഉണ്ട്. അപ്പൊ 1 2 3 4 5 6 ഇവിടെ പോയിന്റ് വരും. 0.640560 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഈ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ഒരെണ്ണത്തിന്റെ എത്രയാണ്? ഇത്രയും നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഒരു കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കിട്ടി. ഇനി ഇത് പെയിന്റ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവും എന്നുള്ളതോടെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നൗ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് പെർ മീറ്റർ സ്ക്വയർ is equal to എത്രയാണെന്നാ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ₹12 per meter square അല്ലേ? അപ്പൊ ഒരു മീറ്റർ സ്ക്വയറിന് ₹12 ആണ്. നമുക്ക് എത്ര മീറ്റർ സ്ക്വയർ ആണുള്ളത്? ഇത്രയും മീറ്റർ സ്ക്വയർ ആണുള്ളത്. Therefore, cost of painting 0.640560 meter square is equal to ഒരു മീറ്റർ സ്ക്വയറിന് ഇത്രയുമാണെങ്കിൽ ഇത്രയും മീറ്റർ സ്ക്വയറിന് എന്തായിരിക്കും? 12 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 12 into 0.640560 is equal to ഇതിനെ നമ്മൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിനെ ഞാൻ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0 6 2s are 12, 5 2s are 10 plus 1 11, 1 4 2s are 8, 6 2s are 12. 0 6 5 0 4 6 0 2 7 6 8 6 7 is equal to 7686720. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 6 പ്ലേസസ് ആണ്. അപ്പൊ 7.686720 എന്ന് കിട്ടി. അപ്പൊ ഇത് ഒരെണ്ണം പെയിന്റ് ചെയ്യുന്നതിന് ആവശ്യമായ കോസ്റ്റ് ആണ് നമുക്ക് ഈ കിട്ടിയത്. നമുക്ക് എത്ര എണ്ണത്തിന്റെ കണ്ടുപിടിക്കണം? 50 എണ്ണത്തിന്റെ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ഫോർ 1 കോൺ. അതാണ് നമുക്കിപ്പോ കിട്ടിയത്. Therefore, cost of painting 50 cones. ഇനി 50 കോൺസിന്റെ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഒരു കോണിന്റെതിന് ഇത്രയും കിട്ടി. അങ്ങനെയാണെങ്കിൽ 50 കോണിന്റെ ഇത് കണ്ടുപിടിക്കാൻ 50 into 7.686720. ഇവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ്
1 മീറ്റർ സ്ക്വയർ ചെയ്യുന്നതിനുള്ള കോസ്റ്റ് 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും മീറ്റർ സ്ക്വയർ ചെയ്യുന്നതിനുള്ള കോസ്റ്റ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. അതെന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ഫോർ 1 കോൺ. ഒരു കോണ് പെയിന്റ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് ആണ് അല്ലേ? അത് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമ്മൾ അടുത്തത് 50 കോണിൻ്റെത് കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇതേ ഇൻറ്റു 50. അപ്പൊ ഇവിടെ ഇതിനെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 50ക്ക് പകരം 5 കൊണ്ട് ചെയ്യുന്നു. 0, 5 2s are 10, 7 5s are 35 plus 1 36, 6 5s are 30 plus 3 33, 8 5s are 40 plus 3 43, 6 5s are 30 plus 4 34, 7 5s are 35 plus 3 38 is equal to 384 33600. 5 കൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ 50യുടെ ഒരു സീറോയും കൂടെ ഇവിടെ ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആൻസർ തെറ്റായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 5 കൊണ്ട് ചെയ്തിട്ട് ആൻസർ എഴുതിയിട്ട് ലാസ്റ്റിൽ ഈ 50യുടെ സീറോ ഇവിടെ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും കേട്ടോ. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 6 പ്ലേസസ് 1 2 3 4 5 6 384.336000 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് 384.3 ഇവിടെ ഈ 3 കഴിഞ്ഞിട്ട് അടുത്ത ഡിജിറ്റ് 6 ആണ് അല്ലേ? അപ്പോ 5നെ കാട്ടിൽ 5നെ കാട്ടിൽ ഗ്രേറ്റർ ആയിട്ട് ഉള്ള നമ്പർ ആണ് അടുത്ത ഡിജിറ്റ് എങ്കിൽ ഈ 3യുടെ കൂടെ 1 കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ 4 എഴുതാം. അപ്പൊ 384.34 rupees ആണ് 50 കോൺസ് പെയിന്റ് ചെയ്യാൻ ആവശ്യമായ കോസ്റ്റ് എന്ന് പറയുന്നത്.